ഹായ് ഓൾ, എല്ലാവർക്കും വൈറ്റ് ബോർഡ് ബൈ അപർണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കേട്ടഡ് സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ സെക്കൻഡ് ക്ലാസ്, സ്റ്റെപ്സ് ഇൻ ടീച്ചിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അധ്യാപനത്തിൻ്റെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഫേസസ് ഓഫ് ടീച്ചിങ്. ഒന്നാമത്തേത് പ്രീ ആക്റ്റീവ് ഫേസ്, രണ്ടാമത്തേത് ഇൻ്ററാക്റ്റീവ് ഫേസ്, മൂന്നാമത്തേത് പോസ്റ്റ് ആക്റ്റീവ് ഫേസ്. ഇത് മൂന്നുമാണ് ടീച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 3 ഫേസസ് അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തേതാണ് പ്രീ ആക്റ്റീവ് ഘട്ടം അല്ലെങ്കിൽ പ്രീ ആക്റ്റീവ് ഫേസ്. ഇതിനെ നമുക്ക് ആസൂത്രണം എന്ന് വിളിക്കാം. അപ്പോൾ ആസൂത്രണം നടക്കുന്നത് ഏത് ഫേസിലാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഘട്ടമായ പ്രീ ആക്റ്റീവ് ഘട്ടത്തിലാണ് എന്ത് പ്രക്രിയ നടക്കുന്നത്? ആസൂത്രണം നടക്കുന്നത്. അധ്യാപകൻ ക്ലാസ്സിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കൽ, വിഷയം തിരഞ്ഞെടുക്കുക, ക്രമീകരണം നടത്തുക, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കൽ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ ആ ക്ലാസ് കൊണ്ട് എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ക്ലാസ് കൊണ്ട് ആ ടോപ്പിക് കൊണ്ട് അവർ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നു. അത് ഒന്നാമത്തെ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ വിഷയം തിരഞ്ഞെടുക്കുന്നു. എന്ത് പഠിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി ടീച്ചർ നിശ്ചയിക്കുന്നു. ഇതിനെയെല്ലാം ഒരു ക്രമീകരിച്ച് ഒരു ക്ലാസിഫിക്കേഷനൊക്കെ നടത്തി ഒരു ഓർഡറിലേക്ക് എത്തിക്കുന്നു. അതിനെയാണ് ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. പാഠഭാഗങ്ങൾ ഏത് ക്രമത്തിൽ പഠിപ്പിക്കണം, അതായത് ഏത് പ്രക്രിയയിലും ഒരു ക്രമത്തിൽ പോയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളിലേക്ക് അത് എഫക്റ്റീവായിട്ട് എത്തുകയില്ല. അപ്പോൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഏത് ക്രമത്തിൽ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഒന്നാമത്തെ ഘട്ടമായ പ്രീ ആക്റ്റീവ് ഘട്ടത്തിൽ തന്നെയാണ്. ലാസ്റ്റത്തായി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. അതായത് നമ്മൾ ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണം, ഏത് മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ എന്ന് പ്ലാൻ ചെയ്യുന്നതും പ്രീ ആക്റ്റീവ് ഫേസിലാണ്. അതായത് ഏത് ബോധന രീതി ഉപയോഗിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ആസൂത്രണം, എല്ലാ തരത്തിലുള്ള ആസൂത്രണങ്ങളും നടക്കുന്നത് പ്രീ ആക്റ്റീവ് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഫേസിലാണ്. രണ്ടാമത്തെ ഘട്ടമാണ് ഇൻ്ററാക്റ്റീവ് ഘട്ടം അല്ലെങ്കിൽ ഇൻ്ററാക്റ്റീവ് ഫേസ് എന്ന് പറയും. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നടപ്പിലാക്കൽ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? നടപ്പിലാക്കൽ. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. ക്ലാസ് മുറിയിൽ നടക്കുന്ന യഥാർത്ഥ അധ്യാപന പ്രക്രിയയാണ് ഇൻ്ററാക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ക്ലാസ്സിനെ വിലയിരുത്തൽ, നിർണയം, പ്രതികരണം, ഇവ മൂന്നുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ക്ലാസ്സിനെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ സൈസിങ് അപ്പ് എന്ന് പറയാം. കുട്ടികളുടെ മനോഭാവവും താല്പര്യവും ക്ലാസ്സിനുള്ളിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അധ്യാപകർ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് നിർണ്ണയിക്കപ്പെടുന്നു അല്ലെങ്കിൽ എന്ത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു? കുട്ടികളുടെ മുന്നറിവും പഠന നിലവാരവും ഒക്കെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രക്രിയകളും ക്ലാസ്സിൽ നേരിട്ട് നടപ്പിലാക്കുന്നു. പ്രതികരണം, റെസ്പോൺസ്, ചോദ്യോത്തരങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികളുമായി സംവദിക്കുന്നു. അതുവഴി ഇൻ്ററാക്ഷൻ നടത്തി നമ്മൾ ആ കുട്ടിയിലേക്ക് പുതിയ അറിവ് കൊടുക്കുന്നു, പുതിയ അറിവ് അവരിലേക്ക് എത്തിക്കുന്നു. ഇൻ്ററാക്റ്റീവ് ഘട്ടം നടപ്പിലാക്കൽ ഫേസാണ്. നമ്മൾ നേരത്തെ ആസൂത്രണം ചെയ്തു വെച്ച കാര്യങ്ങളുടെ നടപ്പിലാക്കലാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത് ക്ലാസ്സിനെ വിലയിരുത്തുന്നുണ്ട്, ഡയഗ്നോസിസ് നടത്തുന്നുണ്ട്, റെസ്പോൺസ്, കുട്ടികളുമായിട്ട് ഒരു ഇൻ്ററാക്ഷൻ നടക്കുന്നുണ്ട്. മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടമാണ് പോസ്റ്റ് ആക്റ്റീവ് ഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇതാണ് മൂല്യനിർണ്ണയ ഘട്ടം. അധ്യാപനത്തിന് ശേഷം നമ്മൾ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം കുട്ടികളുമായി ഇൻ്ററാക്ഷൻ നടത്തിയതിന് ശേഷം മൂല്യനിർണ്ണയം നടത്തുന്നു. അവർ എത്രത്തോളം ആ പാഠഭാഗം മനസ്സിലാക്കി എന്ന് പരിശോധിക്കുന്ന ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടമായ പോസ്റ്റ് ആക്റ്റീവ് ഘട്ടം. ഇതിൽ നിന്നും പരീക്ഷകളുടെയോ ചോദ്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അധ്യാപന രീതിയിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഘട്ടം. അപ്പോൾ മൂല്യനിർണ്ണയവും ഫീഡ്ബാക്കും നടക്കുന്നത് മൂന്നാമത്തെ ഘട്ടമായ പോസ്റ്റ് ആക്റ്റീവ് ഘട്ടത്തിലാണ്. ഇനി ഇത് മൂന്നും കൂടാതെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫേസസ് അല്ലാതെ ഏതൊക്കെയായിരുന്നു? നമ്മുടെ പ്രീ ആക്റ്റീവ് ഫേസ്, ഇൻ്ററാക്റ്റീവ് ഫേസ്, പിന്നെ ലാസ്റ്റത്തെ പോസ്റ്റ് ആക്റ്റീവ് ഘട്ടം. ഇത് മൂന്നും അല്ലാതെ ബോധന ഘട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹെർബേർഷ്യൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഹെർബേർഷ്യൻ എന്ന് പറയുന്ന വ്യക്തി വികസിപ്പിച്ചെടുത്ത സ്റ്റെപ്സുകളായതുകൊണ്ടാണ് ഇതിന് ഹെർബേർഷ്യൻ ബോധന ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഹെർബേർഷ്യൻ സ്റ്റെപ്സ് എന്ന് പേര് വന്നിട്ടുള്ളത്. JF ഹെർബർട്ട് നിർദ്ദേശിച്ച 5 ഘട്ടങ്ങൾ. ഈ 5 ഘട്ടങ്ങളുടെയും ക്രമീകരണവും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്. ഒന്നാമത്തേത് പ്രിപ്പറേഷൻ, രണ്ടാമത്തേത് പ്രസൻറ്റേഷൻ, മൂന്നാമത്തേത് അസോസിയേഷൻ ഓർ കമ്പാരിസൺ, നാലാമത്തേത് ജനറലൈസേഷൻ, അഞ്ചാമത്തേത് ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഘട്ടങ്ങൾ കൃത്യമായി നോക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. ഒന്നാമത്തേത് പ്രിപ്പറേഷൻ, അതായത് തയ്യാറെടുപ്പ്. കുട്ടികളുടെ മുൻ അറിവിനെ, അതായത് നമ്മുടെ പ്രയർ നോളജിനെ
പുതുതായി പഠിപ്പിക്കാൻ പോകുന്ന പാഠഭാഗവുമായി ബന്ധിപ്പിക്കുന്ന സ്റ്റേജിനെയാണ് പ്രിപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ അവതരിപ്പിക്കുന്നത്. അതായത് മുന്നേ നമ്മളിലുണ്ടായിട്ടുള്ള അറിവ് എത്രത്തോളം ഉണ്ടെന്ന്, കുട്ടികളിൽ എത്രത്തോളം ഉണ്ട് അവരുടെ അറിവെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം പുതിയ പാഠഭാഗം കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഈ പുതിയ അറിവും പഴയ അറിവും തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും, അതായത് സിമിലാരിറ്റീസും ഡിഫറൻസസും കുട്ടികളെ കൊണ്ട് തന്നെ കണ്ടെത്തിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ അസോസിയേഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് വിളിക്കുന്ന മൂന്നാമത്തെ സ്റ്റേജ്, ബന്ധിപ്പിക്കൽ. ഇതിനും ശേഷം പഠിച്ച കാര്യങ്ങളിൽ നിന്നും ഒരു പൊതു തത്വമോ സൂത്രവാക്യമോ രൂപീകരിച്ചെടുക്കുന്നു. അതായത് നമ്മൾ തന്നെ റൂൾസ്, കുട്ടികൾ സ്വയമേ റൂൾസ് ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഘട്ടമാണ് സാമാന്യവൽക്കരണം അഥവാ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അവസാനത്തെ സ്റ്റേജാണ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രയോഗിക്കുക. പഠിച്ച കാര്യങ്ങൾ പുതിയ സാഹചര്യങ്ങളിലോ മറ്റുമോ ഉപയോഗിക്കുന്ന, സ്വന്തം ജീവിതത്തിലൊക്കെ ഉപയോഗിക്കാൻ പ്രാപ്തരാകുന്ന രീതിയിൽ കുട്ടികളെ മാറ്റിയെടുക്കുന്ന ഘട്ടമാണ് പ്രയോഗം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. അപ്പോൾ JF ഹെർബർട്ട് നിർദ്ദേശിച്ച 5 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? തയ്യാറെടുപ്പ് അഥവാ പ്രിപ്പറേഷൻ, അവതരണം അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ, ബന്ധിപ്പിക്കൽ അസോസിയേഷൻ ഓർ കമ്പാരിസൺ, സാമാന്യവൽക്കരണം ജനറലൈസേഷൻ, പ്രയോഗം ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ ആ പഠിക്കുന്ന രീതിയിൽ തന്നെ ഓർത്ത് വെച്ചാൽ മതിയാകും, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യം കുട്ടിയുടെ മുന്നറിവിനെ എന്ത് ചെയ്യുന്നു? പുതിയ പാഠഭാഗമായി ബന്ധിപ്പിക്കുന്നു. അതാണ് തയ്യാറെടുപ്പ്, പ്രസൻറ്റേഷൻ. രണ്ടാമത് പുതിയ പാഠഭാഗം അവതരിപ്പിക്കുന്നു. മൂന്നാമത് പുതിയതും പഴയതുമായിട്ടുള്ള അറിവുകളതിൻ്റെ സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തുന്നു. അടുത്ത് ജനറലൈസേഷൻ, ഈ കണ്ടെത്തലുകളിൽ നിന്നും പുതിയ നിയമമോ അല്ലെങ്കിൽ തത്വമോ സൂത്രവാക്യമോ രൂപീകരിക്കപ്പെടുന്നു. അവസാനത്തേത് ആപ്ലിക്കേഷൻ അഥവാ പ്രയോഗം, പഠിച്ച കാര്യങ്ങൾ പുതിയ സാഹചര്യങ്ങളിൽ, സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഇതാണ് JF ഹെർബർട്ട് നിർദ്ദേശിച്ച 5 ഫേസസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. സൈസിങ് അപ്പ് ദ ക്ലാസ് അധ്യാപനത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് നടക്കുന്നത്? സൈസിങ് അപ്പ് ദ ക്ലാസ് നമ്മൾ തുടക്കത്തിൽ പഠിച്ച 3 സ്റ്റെപ്സിനെയാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഏതൊക്കെയാണ്? പ്രീ ആക്റ്റീവ്, ഇൻ്ററാക്റ്റീവ്, പോസ്റ്റ് ആക്റ്റീവ്. ഏതാണ് ഏത് അധ്യാപനത്തിൻ്റെ ഘട്ടത്തിലാണ് സൈസിങ് അപ്പ് ദ ക്ലാസ് നടക്കുന്നത്? രണ്ടാമത്തെ ഘട്ടമായ ഇൻ്ററാക്റ്റീവ് ഫേസിലാണ്. അടുത്ത ചോദ്യം, ഹെർബേർഷ്യൻ ഘട്ടങ്ങളിൽ കുട്ടികളിൽ ഒരു തത്വം അല്ലെങ്കിൽ നിയമം രൂപീകരിക്കുന്ന ഘട്ടം ഏതാണ്? ഹെർബേർഷ്യൻ ഘട്ടങ്ങളിൽ കുട്ടികൾ ഒരു തത്വം അല്ലെങ്കിൽ നിയമം രൂപീകരിക്കുന്ന ഘട്ടമാണ് സാമാന്യവൽക്കരണം അല്ലെങ്കിൽ ജനറലൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. പഠന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് ഏത് ഘട്ടങ്ങളിലാണ്? എപ്പോഴും എല്ലാം തീരുമാനിക്കപ്പെടുന്നത്, ആസൂത്രണങ്ങളെല്ലാം നടത്തപ്പെടുന്നത് പ്രീ ആക്റ്റീവ് ഘട്ടത്തിലാണ്. ഒന്നാമത്തെ സ്റ്റേജായ പ്രീ ആക്റ്റീവ് ഘട്ടത്തിൽ. പഠനാനന്തര മൂല്യനിർണ്ണയം നടക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? പോസ്റ്റ് ആക്റ്റീവ് ഘട്ടത്തിലാണ്. പഠനാനന്തര പ്രക്രിയകൾ, അതായത് മൂല്യനിർണ്ണയ പ്രക്രിയകൾ നടക്കുന്നത്, ഫീഡ്ബാക്ക് പ്രക്രിയ നടക്കുന്നതൊക്കെ പോസ്റ്റ് ആക്റ്റീവ് ഫേസിലാണ്. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. താങ്ക് യു.